ഒരു ആരോഗ്യരംഗം ഇവിടെ മാത്രമല്ല, ഇവിടെ മൊത്തം കിടത്തി ചികിത്സ നടത്തുന്ന ഒരു ഹെൽത്ത് സെൻറ്റർ പോലും ഈ നിയമസഭാ മണ്ഡലത്തിലെ ഒരു ഹെൽത്ത് സെൻ്ററിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എവിടെയാണ് ഇടപെട്ടിട്ടുള്ളത്? കണ്ണ് രോഗികൾ ഒരു രക്ഷയില്ല. കണ്ണ് രോഗം വന്നാൽ ഒന്നില്ലേ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുക, അല്ലെങ്കിൽ എന്താ പറയുക മെഡിക്കൽ കോളേജിൽ പോവുക. ഫാർമസി ഇന്നലെയും മിനിയാന്നൊക്കെ ഈ വാർത്തകൾ കണ്ടിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട് എൻ്റെ നമ്പറിൽ. മരുന്നില്ല. ഫാർമസിസ്റ്റുകൾ ആവശ്യത്തിനുണ്ട്, പക്ഷെ അവർക്ക് മരുന്ന് വേണ്ടേ? ഡോക്ടർമാർക്ക് മരുന്ന് എഴുതി കൊടുത്താൽ ആ മരുന്ന് കൊടുക്കാൻ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പോൾ അറിയാം, കേരളത്തിലൂടെ ഏത് ഹൈവേ കൂടെ യാത്ര ചെയ്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താ കാണാൻ സാധിക്കുന്നത്? ലോകം കൊതിക്കുന്ന കേരളം. ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ നമ്പർ 1. ഓപ്പറേഷൻ സർജറി നടത്തിയിട്ട് തുന്നാൻ നൂലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഡോക്ടർക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്. നൂലില്ലാത്ത, പഞ്ഞിയില്ലാത്ത, ഇഞ്ചക്ഷൻ അടിക്കാനുള്ള സിറിഞ്ചില്ലാത്ത അവസ്ഥ ഈ നാട്ടിലൊട്ടാകെയുണ്ട്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ വലിയ വികസനം ഞങ്ങൾ എല്ലാ ഹെൽത്ത് സെൻ്ററിലും പോകുന്നുണ്ട്. ഞങ്ങൾ അന്വേഷണ ജാഥയുടെ 1ാം ഭാഗമാണിത്. ഒരു സർക്കാർ കോളേജിൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഈ മന്ത്രി എന്ത് ചെയ്യായിരുന്നു? ഒരു സർക്കാർ കോളേജില്ലാത്തൊരു മണ്ഡലം കേരളത്തിലെ അത്യപൂർവ മണ്ഡലങ്ങളിലാണ്. 45 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ 45 വർഷം ഒരു പാർട്ടി ഒരു നിയോജക മണ്ഡലം ഹോൾഡ് ചെയ്ത മണ്ഡലമാണ്. ഇതിൽ പകുതിയിലധികം സമയം മന്ത്രിമാരാണ്. ഡി ക്യാംസ മന്ത്രിയായിട്ടുണ്ട്, എളമരം കരീം മന്ത്രിയായിട്ടുണ്ട്, ഇപ്പം ഈ പറയുന്ന മുഹമ്മദ് റിയാസ് മന്ത്രിയായിട്ടുണ്ട്, ചീഫ് വിപ്പായവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബേപ്പുകാരെ സംബന്ധിച്ച് ഒരാശുപത്രിയിൽ പോലും സാധാരണക്കാർക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയില്ലാത്ത കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ്. നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് ഞങ്ങൾ ജനങ്ങളുമായി കൂട്ടിപ്പോയി ഇത്തരം സ്ഥലങ്ങളിൽ പോയി പരിശോധന നടത്തി ജനങ്ങളെ ഈ കാര്യം ബോധ്യപ്പെടുത്തും. നിങ്ങൾ നോക്കുക, ഒരു 23 കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സഹായത്തോടു കൂടി കെട്ടിയ ബിൽഡിങ്ങാണിത്. 6 മാസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത്. 6 മാസം മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ക്യൂ നിൽക്കുകയാണ് ആളുകൾ വെയിൽ കൊണ്ടിട്ട് മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ. ഈ കെട്ടിട നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രി പോയിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 6 മാസം ആ കെട്ടിടത്തിലേക്ക് ഈ ആശുപത്രിയിലെ ആളുകളെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ സൂപ്രണ്ടിനെ കണ്ടിട്ടാണ് വരുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് സൂപ്രണ്ട്? സ്റ്റാഫില്ല. 23 കോടി ഉറുപ്പികയ്ക്ക് കെട്ടിടം നിർമ്മിച്ചിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഡോക്ടർമാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫില്ല, അത് വൃത്തിയാക്കാനുള്ള അതിനുള്ള തൊഴിലാളികളില്ല, ഒരു സംവിധാനമില്ല. ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത ആശുപത്രിയാണ്. ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് ഇതിന് ഉത്തരം പറയണം ഈ പറയുന്ന മന്ത്രി. ഞാൻ മന്ത്രിയെ വെല്ലുവിളിച്ചല്ലോ. ഞാൻ ജീവിതത്തിൽ ഒരാളെയും വെല്ലുവിളിക്കാത്ത വികസന നായകനെ ബേപ്പൂർ അങ്ങാടിയിലേക്ക് ഞാൻ വെല്ലുവിളിച്ചല്ലോ. 2 മേശ അപ്പുറം ഇപ്പുറമിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ജനങ്ങളെ പൈസയായി കിടക്കുന്ന 23 കോടി ഈ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുണ്ടാക്കിയ കെട്ടിടമാണ്. എന്താ തുറന്നു കൊടുക്കാത്തത്? ഒരു 10 സ്റ്റാഫിനെ കൊടുക്കാൻ എന്താ ഈ മന്ത്രിക്ക് സാധിക്കാത്തത്? മുഖ്യമന്ത്രിയുടെ പവറിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണല്ലോ. ഒരു ഫോൺ ചെയ്താൽ, വീണ ജോർജിന് ഒരു ഫോൺ ചെയ്താൽ നടക്കുന്ന കാര്യമാണല്ലോ. എന്തേ ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് വേണം. മനുഷ്യൻ്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ തട്ടണം. ഇതൊന്നുമില്ലാതെ വെറും റീൽസ് എടുത്തിട്ട് ആകാശത്തേക്ക് കുറച്ച് ബലൂണും പറപ്പിച്ച് കാണുന്ന പാലത്തിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിച്ച് ലൈറ്റ് ഇട്ടിട്ട് ഇതാണ് വികസനം എന്ന് പറയുന്നതിൻ്റെ നോക്കുകുത്തിയാണ് ഈ ബിൽഡിങ്. ഈ നോക്കുകുത്തി ഈ മനുഷ്യർ ഇതിൻ്റെ ഉൾക്കിടന്ന് കഷ്ടപ്പെടുമ്പോഴാണ് ഈ ബിൽഡിങ് നോക്കി ഈ വരുന്ന ആളുകൾ പ്രാർത്ഥിക്കുക. ശാപപ്രാർത്ഥന ഉണ്ടാവില്ലേ? ഈ വരുന്ന രോഗികൾ ഇത് കാണുകയാണ്, അതിനുള്ളിൽ കയറാൻ വയ്യ, ഇവിടെ ഈ വെയിലത്ത് നിൽക്കണം, കുടിക്കാൻ ഇവിടെ വെള്ളമില്ല, ടോയ്ലറ്റ് ഇല്ല. സഹോദരന്മാരെ, നിങ്ങൾ പത്രക്കാരുള്ള അന്വേഷിക്കും, ഇവിടെ രോഗികളുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി, പബ്ലിക് ടോയ്ലറ്റ് വേണ്ടേ? ഈ ഒരു സംവിധാനത്തിന് 1500ഓളം രോഗികൾ വരുന്ന ഒരു ആശുപത്രിയിൽ നിങ്ങളിവിടെയുള്ള ടോയ്ലറ്റിൻ്റെ എണ്ണവും അതിൻ്റെ കോലും ഒന്ന് നിങ്ങൾ പോയി നോക്കണം.